നമസ്കാരം, UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. റിഫോം UK അധികാരത്തിലെത്തിയാൽ ബ്രിട്ടീഷ് ഹൈസ്ട്രീറ്റുകളെ നാശത്തിൽ നിന്നും രക്ഷിക്കാൻ നൂറുകണക്കിന് വെബ് ഷോപ്പുകൾ അടച്ചുപൂട്ടുമെന്ന് പാർട്ടിയുടെ ആഭ്യന്തരകാര്യ വക്താവ് സിയ യൂസഫ് വ്യക്തമാക്കി. സംഘടിത കുറ്റകൃത്യങ്ങൾക്കുള്ള പുകമറയായിട്ടാണ് ഇത്തരത്തിലുള്ള മിക്ക ഷോപ്പുകളും പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം നിലനിൽക്കെയാണ് സിയ യൂസഫ് വെബ് ഷോപ്പുകൾക്ക് ഒരു നാഷണൽ ലൈസൻസിംഗ് പോളിസി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷോപ്പുകളുടെ എണ്ണം 1000-ആയി നിജപ്പെടുത്തുകയും ചെയ്യും. അതുകൂടാതെ സംശയാസ്പദമായ കടകളിൽ കയറി പരിശോധന നടത്തുവാൻ അധികാരമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്മാരും അടങ്ങിയ ഒരു സംഘത്തെ നിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ അനധികൃത തൊഴിലാളികളെ ജോലിക്ക് നിയമിക്കുന്ന ഡെലിവറി പോലുള്ള കമ്പനികളിൽ നിന്നും അവരുടെ ആഗോള വരുമാനത്തിന്റെ 10% വരെ പിഴ ഈടാക്കാനുള്ള നിയമം കൊണ്ടുവരുമെന്നും റിഫോം UK പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല, അത്തരം കമ്പനികളുടെ ചീഫ് എക്സിക്യൂട്ടീവുമാർക്കെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ചാർത്തുമെന്നും പറഞ്ഞിരുന്നു. അതിനിടയിലാണ് ഉയർന്ന ശമ്പളമുള്ള തസ്തികകളിലേക്ക് വിദേശ ജീവനക്കാരെ നിയമിക്കാനുള്ള സ്പെഷ്യൽ സ്കീമുകളിൽ കീഴിൽ 1900-ഓളം മിനി മാർട്ടുകൾ, വെബ് ഷോപ്പുകളും കാർ വാഷുകളും സ്പോൺസർഷിപ്പ് ലൈസൻസ് നൽകിയതായി BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമപ്രകാരമുള്ള പല വ്യവസായ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടലിലേക്ക് പോകുമ്പോൾ നേരിട്ട് പണം വഴി ഇടപാടുകൾ നടത്തുന്ന നെയിൽ ബാറുകൾ പോലുള്ള സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ 2010 ശേഷം 91% വർധനവുണ്ടായതായും യൂസഫ് ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിലുള്ള ചെറു സ്ഥാപനങ്ങൾ വഴി കുറ്റകൃത്യങ്ങളിൽ നിന്നും സ്വരൂപിക്കുന്ന ഏകദേശം £1 ബില്യൺ എല്ലാ വർഷവും വെളുപ്പിക്കുന്നതിനായി നാഷണൽ ക്രൈം ഏജൻസി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടത് ബ്രിട്ടന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് അത്യാവശ്യമാണ് എന്ന് യൂസഫ് വ്യക്തമാക്കി. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി വിവരം അറിയിക്കുന്നവർക്ക് ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. റെഡ് ലൈറ്റ് ട്രാഫിക് സിസ്റ്റത്തിൽ ഒരു സുപ്രധാന മാറ്റം കൊണ്ടുവരാനുള്ള ആലോചനയുമായി ആന്റി ബേണം മന്ത്രിസഭയിൽ നടക്കുകയാണ്. 2035ഓടെ ബ്രിട്ടീഷ് തെരുവുകളിലെ അപകടങ്ങൾ മരണപ്പെടുന്നതും ഗുരുതരമായ പരിക്കുകൾ ഏൽക്കുന്നതും 65% കുറയ്ക്കുമെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്തരമൊരു പദ്ധതി തയ്യാറാക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ സർക്കാർ കർശനമായ ഒരു പുതിയ റോഡ് സുരക്ഷാ നയം പ്രഖ്യാപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൺസൾട്ടേഷനുകൾ മെയ് മാസത്തിൽ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ പ്രദേശത്തെയും വേഗത പരിധിയുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഇറക്കാനും സർക്കാർ ഉദ്ദേശിക്കുന്നതായി ലേബർ പാർട്ടി വക്താവ് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പഠനങ്ങൾക്കും വിശകലനങ്ങൾക്കും ശേഷം ഈ മാർഗനിർദ്ദേശങ്ങൾ താമസിയാതെ പ്രഖ്യാപിക്കും. റെഡ് സിഗ്നലുകളെ അവഗണിക്കുന്ന വാഹനങ്ങളെ കണ്ടെത്താൻ ആധുനിക ട്രാഫിക് ലൈറ്റ് ക്യാമറകൾ വ്യാപകമായി ഉപയോഗിക്കും. റഡാർ അല്ലെങ്കിൽ സെൻസർ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലൂപ്പുകൾ എന്നിവ ഉപയോഗിച്ചായിരിക്കും ഇവ പ്രവർത്തിക്കുക. ട്രാഫിക് ലൈറ്റ് ചുവന്നതായിരിക്കുമ്പോൾ വെളുത്ത സ്റ്റോപ്പ് ലൈനിനെ നിങ്ങളുടെ വാഹനത്തിന്റെ ചെറിയൊരു ഭാഗം പോലും മറികടന്നാൽ അത് കുറ്റമായി പരിഗണിക്കും. മാത്രമല്ല, ട്രാഫിക് ലൈറ്റ് മറികടക്കുമ്പോൾ അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നതും കുറ്റകരമാകും. ഇംഗ്ലണ്ടിലെ എല്ലാ മുഖ്യധാര സ്റ്റേറ്റ് സ്കൂളുകൾക്കും കുട്ടികളുടെ ഹാജർ നില മെച്ചപ്പെടുത്തുന്നതിനുള്ള ടാർഗറ്റുകൾ നൽകുമെന്ന് സർക്കാർ സ്ഥിരീകരിച്ചു. അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങൾ കൂടുതൽ ക്ലബ്ബുകളും മറ്റ് പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും. ആഴ്ചയുടെ അവസാന ദിവസത്തെ ഹാജർ നില മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്യുന്നത്. സ്കൂൾ ഹാജർ നിലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രസിദ്ധപ്പെടുത്തിയ ഔദ്യോഗിക അറ്റൻഡൻസ് ഡേറ്റ പറയുന്നത് ഇംഗ്ലണ്ടിലെ സ്കൂളുകൾ ഹാജർ നില കോവിഡ് പൂർവ്വകാലത്തിനേക്കാൾ കുറവാണ് എന്നാണ്. 2025-26 അധ്യയന വർഷത്തിൽ 10% അധ്യയന ദിവസങ്ങളെങ്കിലും 1/5 കുട്ടികൾക്ക് നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഓരോ പ്രദേശത്തെയും പ്രശ്നങ്ങളും വെല്ലുവിളികളും കണക്കിലെടുത്തായിരിക്കും പുതിയ അറ്റൻഡൻസ് ടാർഗറ്റുകൾ രൂപീകരിക്കുക എന്ന് വിദ്യാഭ്യാസ മന്ത്രി പോൾ വോ പറഞ്ഞു. ഹാജർ നില മെച്ചപ്പെടുത്തുന്നതിനായി ഓരോ സ്കൂളുകളും അതിന്റേതായ പങ്ക് വഹിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് പൂർവ്വകാലത്ത് ഇംഗ്ലണ്ടിലെ മുഖ്യധാര സ്റ്റേറ്റ് സ്കൂളുകളിലെ ഹാജർ നില 95% അത് കൈവരിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. 2025-26 അധ്യയന വർഷം കുറഞ്ഞത് 93% ഹാജരെങ്കിലും കരസ്ഥമാക്കണം എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. രോഗബാധ പോലുള്ള കാരണങ്ങളാൽ അനുവദിക്കപ്പെട്ട അവധികളും അനുമതിയില്ലാതെ എടുക്കുന്ന അവധികളും ഇതിൽ ഉൾപ്പെടും. 10% ഹാജർ കുറയ്ക്കുന്ന കുട്ടികളുടെ എണ്ണവും കോവിഡ് കാലത്തിനു ശേഷം ഇരട്ടിയാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിൽ അധികം വൈകാതെ ഗ്രീൻ പാർട്ടി ലേബർ പാർട്ടിയെ പിന്തള്ളും. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് 2025 ലേബർ പാർട്ടിക്ക് 25% അംഗങ്ങളെയാണ് നഷ്ടമായത്. 3,35,235 അംഗങ്ങളുണ്ടായിരുന്ന ലേബർ പാർട്ടിയിൽ 2025 അവസാനമായപ്പോഴേക്കും അംഗങ്ങളുടെ എണ്ണം 2,64,754 കുറഞ്ഞു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മെയ് മാസത്തിലെ കണക്കുകൾ അനുസരിച്ച് 2,30,000 അംഗങ്ങൾ തങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടെന്നായിരുന്നു ഗ്രീൻ പാർട്ടി വക്താവ് അറിയിച്ചിരുന്നത്. അതായത് ഇനിയൊരു 34,000 അംഗങ്ങളെ കൂടി ലഭിച്ചാൽ അവർക്ക് അംഗങ്ങളുടെ എണ്ണത്തിൽ ലേബർ പാർട്ടിയെ മറികടക്കാൻ സാധിക്കും. കഴിഞ്ഞ വർഷം സാക് പോളിസി പാർട്ടി നേതൃത്വം ഏറ്റെടുത്തതോടെയാണ് അംഗത്വ സംഖ്യ കുതിച്ചുയർന്നത്. ഇംഗ്ലണ്ടിലെ നദികൾ, തടാകങ്ങൾ, തീരദേശ ജലാശയങ്ങൾ എന്നിവയുടെ സ്ഥിതി ആശങ്കാജനകമെന്ന് എൻവയൺമെന്റ് ഏജൻസിയുടെ പുതിയ വിലയിരുത്തൽ. 6 വർഷത്തിനിടെ നടത്തിയ ആദ്യ സമഗ്ര പരിശോധനയിൽ 7-1 ജലാശയങ്ങൾ മാത്രമാണ് നല്ല പാരിസ്ഥിതിക നിലവാരത്തിലുള്ളതെന്ന് കണ്ടെത്തിയത്. നദികൾ 15% മാത്രമാണ് ആവശ്യമായ പാരിസ്ഥിതിക നിലവാരം കൈവരിച്ചത്.
തടാകങ്ങളിൽ ഏത് 7% താഴെയാണ്. രാസമലിനീകരണ പരിശോധനയിൽ ഒരു ജലാശയത്തിനും നിശ്ചിത നിലവാരം പാലിക്കാനായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മലിനജലത്തിലും കൃഷിയിടങ്ങളിൽ നിന്നുമുള്ള ഒഴുക്കിലൂടെയും ജലാശയങ്ങളിലെത്തുന്ന ഫോസ്ഫറേറ്റാണ് പ്രധാന മലിനീകരണ ഘടകങ്ങളിലൊന്ന്. ഇംഗ്ലണ്ടിലെ പകുതിയോളം നദികളിൽ ഫോസ്ഫറേറ്റിന്റെ അളവ് പരിധിയിൽ മുകളിലാണ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, കീടനാശിനികൾ, മൈക്രോ പ്ലാസ്റ്റിക്കുകൾ, ദീർഘകാലം വിഘടിക്കാത്ത പരിസ്ഥിതിയിൽ നിലനിൽക്കുന്ന ഫോറവർ കെമിക്കൽസ് എന്നിവയും ജലമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. ഇവ മനുഷ്യ രോഗത്തിനും മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജലജീവികൾക്ക് ഗുരുതര ഭീഷണിയാണ് എന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. മലിനീകരണം നിയന്ത്രിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ജല കമ്പനികൾക്കെതിരെ കൂടുതൽ കർശന നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. കമ്പനികളെ ഉത്തരവാദിത്തമുള്ളവരാക്കി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും ജലമേഖലയിൽ സമഗ്രമായ പരിഷ്കാരം അനിവാര്യമാണ് എന്നും പരിസ്ഥിതി സെക്രട്ടറി ആഞ്ചലെ ഈഗിൾ വ്യക്തമാക്കി. 2030 വരെ പരിസ്ഥിതി മെച്ചപ്പെടുത്തലുകൾ ജല കമ്പനികൾ റെക്കോർഡ് 22 ബില്യൺ പൗണ്ട് നിക്ഷേപിക്കാനാണ് പദ്ധതി. മലിനജലം നദികളിലേക്കും കടലിലേക്കും ഒഴുകുന്നത് കുറയ്ക്കുക, ജലവിതരണം സുരക്ഷിതമാക്കുക, ജലാശയങ്ങളുടെ പാരിസ്ഥിതിക നിലവാരം ഉയർത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. എൻവയോൺമെന്റ് ഏജൻസിയും പരിശോധനകളും നിയമ നടപടികളും ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിനായി ഏജൻസിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ എൻഫോഴ്സ്മെന്റ് ജീവനക്കാരുടെ സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഹീത്രൂ വിമാനത്താവളത്തെ പുൽപ്പരപ്പിന് തീപിടിച്ചതിനെ തുടർന്ന് ഒരു റൺവേ അടച്ചിടേണ്ടതായി വന്നു. എയർപോർട്ട് ഫയർ സർവീസ് തീയണയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഏകദേശം 1 മണിക്കൂറോളം റൺവേ 27L അടച്ചിട്ടു. 4 ഫയർ എഞ്ചിനുകളുടെ സഹായത്തോടെ തീ അതിവേഗം നിയന്ത്രണാധീനമാക്കുകയായിരുന്നു എന്നും ദൃക്സാക്ഷികൾ വ്യക്തമാക്കി. വിമാനത്താവളത്തിൽ ഏറ്റവും തിരക്കു പിടിച്ച സമയത്തായിരുന്നു റൺവേ അടച്ചിടേണ്ടി വന്നത്. ഇതോടെ ടേക്ക് ഓഫുകളും ലാൻഡിങ്ങുകളും വൈകുകയും ചെയ്തു. പുൽപ്പരപ്പിന് തീ പിടിച്ചതിനാൽ റൺവേ 27L അടച്ചുപൂട്ടേണ്ടതായി വരികയും 27R റൺവേ മാത്രമായിരുന്നു ഉപയോഗത്തിൽ ഉണ്ടായിരുന്നതെന്നും വിമാനത്താവള വക്താവ് സ്ഥിരീകരിച്ചു. വൈകിട്ട് 6:45 ഈ റൺവേ പൂർവ്വസ്ഥിതിയിൽ പ്രവർത്തനം ആരംഭിച്ചതായും വക്താവ് ചൂണ്ടിക്കാട്ടി. യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിന് വിമാനത്താവള അധികൃതർ ഖേദം രേഖപ്പെടുത്തി. ന്യൂകാസിൽ, അബെർഡീൻ, ബോൺസ്റ്റൺ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള വിമാനങ്ങൾ ഇതുമൂലം താമസിച്ചാണ് നിലത്തിറങ്ങിയത്. വനിതാ കമ്മീഷന് സമാനമായ പുരുഷ കമ്മീഷൻ വേണമെന്ന ആവശ്യം കേരളത്തിലും ഉയരുന്നുണ്ടെങ്കിലും ബ്രിട്ടനിൽ അത് അത്യാവശ്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നോർത്തേൺ അയർലൻഡിൽ ഗാർഹിക പീഡനത്തിന് ഇരകളാകുന്ന പുരുഷന്മാരെ സഹായിക്കാൻ ആവശ്യമായ നടപടികൾ അത്യാവശ്യമായി എടുക്കണമെന്നും പീഡനത്തിന്റെ ഇരകളെന്ന് അവകാശപ്പെടുന്ന പുരുഷന്മാരുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മെൻസ് അലയൻസ് നോർത്തേൺ അയർലൻഡ്സ് എന്ന സംഘടന ബുധനാഴ്ച ആരോഗ്യമന്ത്രി മൈക്കൽ നെൽസ്ബെറ്റിനെ സന്ദർശിച്ചായിരുന്നു നിവേദനം സമർപ്പിച്ചത്. 2024-25 കാലഘട്ടത്തിൽ ചുരുങ്ങിയത് ഒരു പുരുഷനെയെങ്കിലും ഇരയായി 5747 ഗാർഹിക പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഇത് നോർത്തേൺ അയർലൻഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട മൊത്തം ഗാർഹിക പീഡന കേസുകളുടെ 1/3 വരും. പീഡനം മൂലം ഉപേക്ഷിക്കപ്പെട്ട കടകളിലും കാറുകളിലും വനത്തിലും തമ്പടിച്ച് താമസിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് നിരവധി പുരുഷന്മാർ എന്ന് അവർ അവകാശപ്പെടുന്നു. ഇത്തരക്കാരെ സഹായിക്കേണ്ടത് മനുഷ്യത്വപരമായ കടമയാണെന്നും അവർ വ്യക്തമാക്കി. ഗാർഹിക പീഡനത്തിന് ഇരകളാകുന്ന വനിതകൾക്ക് അഭയം നൽകാൻ സംവിധാനങ്ങളുണ്ടെങ്കിലും സമാനമായ വിധി അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് അത്തരത്തിലൊന്നും തന്നെ ഇല്ല എന്നതാണ് വാസ്തവം. അഭയകേന്ദ്രങ്ങൾ ഇല്ലാത്തതിനാൽ പലർക്കും തെരുവുകളെയും പൊതു ഇടങ്ങളെയും അഭയം പ്രാപിക്കേണ്ടതായി വരുന്നു. ഇക്കൂട്ടരെ സഹായിക്കാൻ നീതിന്യായ വകുപ്പിനും ബാധ്യതയുണ്ട് എന്ന് പുരുഷ കൂട്ടായ്മ ചൂണ്ടിക്കാട്ടി. ദുരിതങ്ങൾക്കൊരു ശമനമില്ല എന്ന് പറഞ്ഞതുപോലെ അടുത്തയാഴ്ച മറ്റൊരു ഉഷ്ണതരംഗം കൂടി ബ്രിട്ടനിലേക്ക് എത്തുകയാണ്. ബുധനാഴ്ച താപനില കുറഞ്ഞ് വർഷത്തിൽ ഈ സമയത്ത് അനുഭവപ്പെടാറുള്ള ശരാശരി താപനിലയ്ക്ക് അടുത്തെത്തിയിരുന്നു. എന്നാൽ നാളെ ശനിയാഴ്ച മുതൽ താപനില വീണ്ടും ഉയരാൻ തുടങ്ങുമെന്നാണ് മെറ്റ് ഓഫീസ് നൽകുന്ന മുന്നറിയിപ്പ്. 2026 6ാമത് ഉഷ്ണതരംഗം വരുന്ന ചൊവ്വാഴ്ചയോടെ എത്തുമെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. സെൻട്രൽ ഇംഗ്ലണ്ടിലും തെക്കൻ ഇംഗ്ലണ്ടിലും താപനില 30°C മുതൽ 33°C വരെ ഉയരുമെന്നും മെറ്റ് ഓഫീസ് വ്യക്തമാക്കി. കിഴക്കൻ മിഡ്ലാൻഡ്, പടിഞ്ഞാറൻ മിഡ്ലാൻഡ്, തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ട്, തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ട്, യോർക്ക്ഷയർ, ഹംബർ, ലണ്ടൻ എന്നിവിടങ്ങളിൽ യെല്ലോ ഹീറ്റ് ഹെൽത്ത് മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഗസ്റ്റ് 8 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ആഗസ്റ്റ് 11 ചൊവ്വാഴ്ച രാത്രി 9 മണി വരെ ഈ മുന്നറിയിപ്പ് പ്രാബല്യത്തിലുണ്ടായിരിക്കും. അതിനു മുൻപായി വടക്കൻ ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലും ഇടിയോടുകൂടിയ മഴ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ സെൻട്രൽ ഇംഗ്ലണ്ടിലും തെക്കൻ ഇംഗ്ലണ്ടിലും പൊതുവെ വരണ്ട കാലാവസ്ഥയായിരിക്കും. അതേസമയം ശനിയാഴ്ച നോർത്തേൺ അയർലൻഡിലും സ്കോട്ട്ലൻഡിലെ ചില ഭാഗങ്ങളിലും അന്തരീക്ഷം മേഘാവൃതമായിരിക്കും. മഴയ്ക്കും സാധ്യതയുണ്ട്. എന്നാൽ ബ്രിട്ടന്റെ മറ്റിടങ്ങളിൽ അന്നേ ദിവസം വരണ്ട കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. മാത്രമല്ല താപനില 29°C വരെ ഉയരുകയും ചെയ്യും. ഞായറാഴ്ച മുതൽ താപനില വീണ്ടും ഉയരാൻ തുടങ്ങുമെന്നും മെറ്റ് ഓഫീസിലെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. രേഖകൾ സൂക്ഷിക്കാനായി 5-ൽ 4 NHS ട്രസ്റ്റുകൾ ഇപ്പോഴും പേനയും പേപ്പറുമാണ് ഉപയോഗിക്കുന്നതെന്ന് പുതിയ പഠനം വ്യക്തമാക്കുന്നു. ക്ലിനിക്കൽ നോട്ടുകൾ രേഖകളാക്കുന്നതിനും ഇംഗ്ലണ്ടിലെ 184 NHS ഹോസ്പിറ്റൽ ട്രസ്റ്റുകൾ 145 എണ്ണവും പേപ്പർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നു. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ദശവത്സര പദ്ധതിയുടെ ഭാഗമായി 2028 മുതൽ ഇലക്ട്രോണിക് സിംഗിൾ പേഷ്യന്റ് റെക്കോർഡ് ആരംഭിക്കുമെന്നും പറഞ്ഞു.
എന്നിട്ടും ഇപ്പോഴും കാൽഭാഗം ട്രസ്റ്റുകൾ മാത്രമാണ് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനായി പൂർണ്ണമായും ഇലക്ട്രോണിക് സിസ്റ്റം ഉപയോഗിക്കുന്നു എന്നാണ് അടുത്തിടെ നടന്ന പഠനം വ്യക്തമാക്കുന്നത്. 2024-25 കാലഘട്ടത്തിൽ പേപ്പർ മെഡിക്കൽ റെക്കോർഡുകൾക്കായി NHS 240 മില്യൺ പൗണ്ട് ചെലവഴിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഭൂരിഭാഗം NHS ട്രസ്റ്റുകളും ഇലക്ട്രോണിക് രേഖകളും പേപ്പർ രേഖകളും സമ്മിശ്രമായി ഉപയോഗിച്ചപ്പോൾ 5 ട്രസ്റ്റുകൾ പൂർണ്ണമായും പേപ്പർ രേഖകളെ തന്നെയാണ് ആശ്രയിക്കുന്നതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. 5 രാജ്യങ്ങളുടെ കലാസംഗമം ഗ്ലാസ്ഗോയിൽ സൗത്ത് ഏഷ്യൻ മ്യൂസിക് ആൻഡ് ഡാൻസ് ഫെസ്റ്റിവൽ 15-ന് നടക്കും. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ എന്നീ 5 രാജ്യങ്ങളിലെ സാംസ്കാരിക വൈവിധ്യത്തെ ഒരുമിപ്പിക്കുന്ന ഫെസ്റ്റിവൽ വിവിധ ജനവിഭാഗങ്ങളുടെ പരമ്പരാഗതവും സമകാലികവുമായ കലാരൂപങ്ങൾ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരേ വേദിയിൽ അവതരിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. രാജ്യ അതിർത്തികൾക്കപ്പുറം കലയുടെ ഭാഷയിൽ ദക്ഷിണേന്ത്യൻ സമൂഹങ്ങളെ ബന്ധിപ്പിക്കുകയാണ് ഫെസ്റ്റിവലിന്റെ പ്രധാന ലക്ഷ്യം. ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 5 വരെ കുടുംബങ്ങൾക്കായി ഒരുക്കുന്ന പകൽ പരിപാടിയിൽ ശാസ്ത്രീയ നൃത്തം, നാടോടിക്കല, സംഗീതം, സമകാലിക ഫ്യൂഷൻ എന്നിവ അരങ്ങേറും. കഥക്, ഒഡീസി, ഭരതനാട്യം, മോഹിനിയാട്ടം തുടങ്ങിയ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്ത രൂപങ്ങൾക്കൊപ്പം നേപ്പാളീസ്, ശ്രീലങ്കൻ നൃത്തങ്ങളും സിന്ധി, നേപ്പാളീസ് ഗാനങ്ങളും വേദിയിലൊരുക്കും. പകൽ പരിപാടിയുടെ പ്രധാന ആകർഷങ്ങളിലൊന്നായി കേരളത്തിലെ തനതുകലയായ ഓട്ടൻതുള്ളൽ പ്രശസ്ത കലാകാരൻ മണലൂർ ഗോപിനാഥൻ അവതരിപ്പിക്കും. കമ്മ്യൂണിറ്റി സ്റ്റാളുകളും സാംസ്കാരിക ഇടപെടലുകളും കുടുംബ സൗഹൃദ ആഘോഷത്തിന്റെ ഭാഗമാകും. രാത്രി 7 മുതൽ അർദ്ധരാത്രി വരെ മുതിർന്നവർക്കായി ഒരുക്കുന്ന സംഗീത വിരുന്ന് ശ്രീലങ്കൻ ലൈവ് ബാൻഡ് വൈബ്രേഷൻ, റാപ്പ് സംഗീത സംഘം ഹൊറൈസൺ, റോക്ക് ബാൻഡ് ബോളിവുഡ് ശൂന്യ, അന്താരാഷ്ട്ര പ്രശസ്തനായ അപ്പാച്ചെ ഇന്ത്യൻ എന്നിവർ വേദിയിലെത്തും. ദക്ഷിണേന്ത്യൻ സമൂഹങ്ങളുടെ കലാപാരമ്പര്യം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനൊപ്പം സ്കോട്ട്ലൻഡിലെ വിവിധ സമൂഹങ്ങൾക്കിടയിൽ സൗഹൃദവും സാംസ്കാരിക വിനിമയവും വളർത്താൻ വേദിയാവും ഫെസ്റ്റിവൽ മാറുമെന്നും സംഘാടകർ പ്രതീക്ഷിക്കുന്നു. ക്ലാസിക്കൽ കലകളിൽ നിന്നും ആധുനിക സംഗീതത്തിലേക്കുള്ള ദക്ഷിണേന്ത്യയുടെ സമ്പന്നമായ കലായാത്ര ഒരു ദിവസം കൊണ്ട് അനുഭവിക്കാനുള്ള അപൂർവമായ അവസരമാണ് ഗ്ലാസ്ഗോയിൽ ഒരുങ്ങുന്നത്. ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ കർക്കിടക വാവുബലി അനുഷ്ഠാനങ്ങൾ ഓഗസ്റ്റ് 12-ന് കെന്റിലെ റോച്ചസ്റ്റർ റിവർ മെഡ്വേയിൽ രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് 3 വരെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടക്കും. പിതൃസ്മരണയും ആത്മശാന്തിയും ലക്ഷ്യമാക്കി നടത്തുന്ന പവിത്ര ബലിതർപ്പണ ചടങ്ങുകളിൽ UK-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഹിന്ദു വിശ്വാസികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അഭിജിത്ത് വടക്കേവെള്ളിയിലം, വിഷ്ണു രവി, താഴൂർമന ഹരിനാരായണൻ എന്നിവരുടെ കാർമ്മികത്തിൽ പ്രധാന പൂജാതി കർമ്മങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും നടക്കും. കർക്കിടക വാവുബലി 2026 ഭാഗമായി കർക്കിടക വാവു ബലിതർപ്പണം, തിലഹോമം, പിതൃസായുജ്യ പൂജ എന്നീ ചടങ്ങുകൾ നടക്കുന്നതാണ്. പൂർവികരോടുള്ള കൃതജ്ഞതയും സ്മരണയും പ്രകടിപ്പിക്കുന്നതിനായി അവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നതിനും അതീവ പ്രാധാന്യമുള്ള ചടങ്ങാണ് കർക്കിടക വാവുബലി. വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഈ പുണ്യകർമ്മത്തിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളോടും കെന്റ് അയ്യപ്പ ക്ഷേത്രം സ്വാഗതം ചെയ്യുന്നതായും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ പങ്കെടുക്കാൻ മുൻകൂർ രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്നും രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള അവസാന തീയതി 2026 ഓഗസ്റ്റ് 9 ആണ്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.